ഇപ്പോൾ സൗന്ദര്യ സങ്കല്പങ്ങളെ കുറിച്ച് പറഞ്ഞു. സത്യത്തിൽ ഈ സൗന്ദര്യ സങ്കല്പങ്ങൾ സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമല്ലേ? അതിനെക്കുറിച്ച് സുപ്രിയയ്ക്ക് എന്താ പറയാനുള്ളത്? ഞാൻ പറയുന്നത് ഏറ്റവും സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാവരും പറയും ക്യാരക്ടർ എന്ന് പറയും. നമ്മൾ അത്രയൊന്നും പോകുന്നില്ല. സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അതാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു പൊതുവേദിയിലോട്ടോ അല്ലെങ്കിൽ 4 പേര് പോയിട്ട് നിൽക്കുന്നിടത്തോട്ടോ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് ചെല്ലാൻ പറ്റണം. നമുക്ക് എന്താണോ ഉള്ളിലുള്ളത് പറയേണ്ട സാഹചര്യത്തിൽ നമുക്ക് തുറന്ന് പറയാൻ പറ്റണം. തല ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ മുഖത്ത് നോക്കി നല്ല ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി അല്ലെ എപ്പോഴാണോ നമ്മൾ ഗൗരവം സ്വീകരിക്കുന്നത് ആ രീതിയിൽ പറഞ്ഞ് നമുക്കൊരു സൊസൈറ്റിയുടെ ഭാഗമാകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് വലുത്. ഈ സൗന്ദര്യം എന്ന് പറയുന്ന ഓരോ ഇങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ, സൗന്ദര്യം കാണുന്നവൻ്റെ കണ്ണിലാണ്. അതാണ് ചിലപ്പോൾ എനിക്കിപ്പോൾ നല്ല സൗന്ദര്യം എന്ന് തോന്നുന്നത് ഒരുപക്ഷെ താങ്കൾക്ക് നല്ല സൗന്ദര്യം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പം അതെന്ന് പറയുന്നത് ഓരോ കണ്ടീഷനിങ്ങാണ്. ചിലർക്ക് നിറമായിരിക്കും സൗന്ദര്യം, ചിലർക്ക് നിറമായിരിക്കത്തില്ല, ചിലർക്ക് രൂപം സൗന്ദര്യമായിട്ട് തോന്നാം. ഇപ്പം ഞാൻ പറയുന്നത് എല്ലാ വ്യക്തികൾക്കും എവിടെയൊക്കെയോ ഓരോ അപ്പിയറൻസ് ഉണ്ട്. അത് നമ്മൾ എങ്ങനെ അതിനെ എക്സ്പോസ് ചെയ്ത് നല്ല രീതിയിൽ കോൺഫിഡൻസ് കൂടി പോകുക എന്നുള്ളത് തന്നെയാണ് മെയിൻ. ഏറ്റവും കൂടുതലും പരസ്യ കമ്പനികൾ അവരാണ് ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത് അവർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കോസ്മെറ്റിക്സ് വിറ്റഴിക്കുന്നത് അതാണ്. ഇവരുടെ കോംപ്ലക്സിനെ മുതലെടുത്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യും. ഇപ്പം ഗ്ലോ ആൻഡ് ലവ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെപ്പോഴും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് വളരെ തിളങ്ങും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ തിളങ്ങാത്തവർ എന്തോ കുറവുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായി? കുറവ് വിളിച്ച് അറിയിച്ചു കൊടുക്കുകയാണ്. പക്ഷേ അത് വേണ്ട. അപ്പം നമ്മൾ ഒരുങ്ങി നടക്കുന്ന നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ കോൺഫിഡൻസ് ആണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഇത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല.